നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ദൈവരാജ്യ ദർശനമുള്ളവരാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ 13ാമത് കൺവെൻഷൻ ആറാട്ടുപുഴ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത സ്മാരക തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. അപ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് പറയുന്ന വീണ്ടെടുപ്പിൻ്റേതായുള്ള സുവിശേഷം ദൈവരാജ്യത്തിൻ്റേതായുള്ള സുവിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ക്രിസ്തുമതം സ്ഥാപിക്കാനായിട്ടല്ല എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയും വിശ്വാസികളുടെ കൂടിവരവും എല്ലാം സാധ്യമായിട്ട് തരേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനമുള്ളവരായി ജീവിക്കുക, പ്രവർത്തിക്കുക എന്ന കാര്യമാണ്. ദൈവരാജ്യ സംസ്ഥാപനമായിരുന്നു യേശുവിലൂടെ സാധ്യമായത്. ദൈവരാജ്യത്തിൽ എല്ലാവരും തുല്യരാണ്. ചെറിയവരെന്നോ വലിയവരെന്നോ വേർതിരിവ് ഇല്ല. നേരത്തെ വന്നവരെന്നോ വൈകി വന്നവരെന്നോ വ്യത്യാസമില്ല. എല്ലാവരെയും തുല്യരായി കാണുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദൈവരാജ്യ കാഴ്ചപ്പാടാണ് ആവശ്യമെന്നും മെത്രാപ്പോലിത്ത കൂട്ടിച്ചേർത്തു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. നാം ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നതിനേക്കാൾ ഒരു പടി കൂടെ ആഴത്തിൽ തമ്പുരാൻ്റെ ഹൃദയത്തിനനുസരണമായ വിധത്തിൽ ജീവിക്കുന്നതിനായി നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂടിയവരവ് മുഖാന്തരമായി ഭവിക്കണം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിന് അനുസരണമായി പ്രവർത്തിക്കുവാൻ കഴിയണമെന്ന് മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഓർമ്മിപ്പിച്ചു. കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവഹിതം അറിയാൻ കഴിയൂ. യേശു എൻ്റെ ജീവിതത്തിൽ എല്ലാമെന്ന് സാക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററുമായി സഹകരിച്ച് ഭദ്രാസനം ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം മെത്രാപ്പോലിത്ത നിർവഹിച്ചു. 50 വലിയ നോമ്പ് ധ്യാന ചിന്തകൾ അടങ്ങിയ മുറിവുണക്കുന്ന സങ്കീർത്തനം എന്ന പുസ്തകവും മെത്രാപ്പോലിത്ത പ്രകാശനം ചെയ്തു. മെത്രാപ്പോലിത്തയുടെ സെക്രട്ടറി റവറൻ കെ.ഇ. ഗീവർഗീസ് മുഖ്യ സന്ദേശം നൽകി. ദൈവാന്വേഷണം വ്യക്തികളുടെ ജീവിതത്തിൽ കൂടുതൽ സുതാര്യതയിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുതാര്യതയുടെ ഇടമാണ് ക്രിസ്തുവിന്റെ ഇടം. അന്വേഷിക്കുന്നവനോട് ക്രിസ്തു പറയുന്നു, വന്ന് കാൺമീൻ, മൈ ലൈഫ് ഈസ് ട്രാൻസ്പെറന്റ്. യാതൊന്നും മറച്ചു വെക്കുവാനില്ലാത്ത ട്രാൻസ്പെറന്റായ സുതാര്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ക്രിസ്തു തന്നെ അന്വേഷിക്കുന്ന അനുധാവനം ചെയ്യുന്നവരോട് പറയുന്നു, വന്ന് കാൺമീൻ. വികാരി ജനറൽമാരായ വെരി റവറൻ സ്കറിയ എബ്രഹാം, വെരി റവറൻ ഡോക്ടർ ജയൻ തോമസ്, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ ഡോക്ടർ സാംസൺ എം ജേക്കബ്, ട്രഷറർ ജോജി ചെറിയാൻ, സുവിശേഷകൻ രാജു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന DSMC ഗായക സംഘം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. രാവിലെ 8-ന് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ സമാപന യോഗം ചേരും. മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകും. മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ ചുങ്കത്തറ ശാലയം മാർത്തോമ പള്ളിയങ്കണത്തിൽ നടത്തും. 26-ന് വൈകുന്നേരം 6:30-ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. റവറൻ തോമസ് സക്രിയ പ്രസംഗിക്കും. 27, 28, 29 തീയതികളിൽ രാവിലെ 10 മണിക്ക് പഠന സമ്മേളനം, വൈകുന്നേരം 7 മണിക്ക് പൊതുയോഗം എന്നിവ ഉണ്ടാകും. റവറൻ ഷിബു കുര്യൻ, റവറൻ തോമസ് സക്രിയ, റവറൻ മോത്തി വർക്കി എന്നിവർ പ്രസംഗിക്കും. 29-ന് രാവിലെ 8 മണിക്ക് കുട്ടികളുടെ യോഗവും ബൈബിൾ ക്ലാസും നടത്തും. 30-ന് സാമൂഹിക തിന്മകൾക്കെതിരായ യോഗം, സുവിശേഷകരുടെ സമ്മേളനം, പൊതുയോഗം, 31-ന് സേവികാ സംഘം യോഗം, ഉച്ചയ്ക്ക് സന്നദ്ധ സുവിശേഷക സംഘം യോഗം, ബെസ്ക്യാമമാരുടെ യോഗം, പൊതുയോഗം എന്നിവ നടത്തും. ഫാദർ ജോസഫ് തോമസ് പൂവത്തോലിൽ, ഷാജി പാപ്പച്ചൻ, സീന എബ്രഹാം, റവറൻ ഡോക്ടർ കെ തോമസ് എന്നിവർ പ്രസംഗിക്കും. ഫെബ്രുവരി 1-ന് രാവിലെ 7:30-ന് കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. തുടർന്ന് സൺഡേ സ്കൂൾ കുട്ടികളുടെ യോഗം, ഉച്ചയ്ക്ക് യുവജന സമ്മേളനം, വൈകുന്നേരം പൊതുയോഗം എന്നിവ ഉണ്ടാകും. റവറൻ സനൽ ചെറിയാൻ, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, റവറൻ ഡോക്ടർ കെ തോമസ് എന്നിവർ പ്രസംഗിക്കും. ഫെബ്രുവരി 2-ന് രാവിലെ 7:30-ന് ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സമാപന യോഗവും ചേരും. മനുഷ്യജീവിതം കൊണ്ട് ദൈവത്തിന്റെ മുഖം പ്രസാദിക്കണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത.
മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പൊലീത്ത. ഉള്ളിൽ ക്രിസ്തു ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ ക്രിസ്തുവുള്ള മക്കളായി നമുക്ക് ജീവിക്കാം, സാക്ഷ്യമുള്ളൊരു സമൂഹമായി ജീവിക്കാം. ഉള്ളിൽ ക്രിസ്തുവുള്ള മക്കളായി ജീവിക്കണം. സാക്ഷ്യമുള്ള സമൂഹമായി ജീവിക്കുമ്പോഴാണ് വിശ്വാസ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. കുട്ടികൾ ദൈവിക ബന്ധത്തിൽ വളർന്നു വരണം. കുടുംബങ്ങൾ ദൈവിക അനുഗ്രഹത്തിന്റെ ഇടമായി മാറണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കോശി ജോൺസൺ മിഷൻസ് ഇന്ത്യ പ്രസംഗിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. സജീവ പട്ടത്വ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന റവറൻ മാത്യൂസ് ചാണ്ടി, റവറൻ വി ജെ മാത്യു, റവറൻ തോമസ് പി ചാണ്ടി, റവറൻ എബ്രഹാം മാത്യു എന്നിവരെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആദരിച്ചു. രാവിലെ കൺവെൻഷൻ പന്തലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭദ്രാസനത്തിലെ 130 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതലയിലുള്ള കർണാടകയിലെ ഹോസ്കോട്ട് മാർത്തോമ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിലെ നവാഗതരുടെ സമർപ്പണ ശുശ്രൂഷയും ശാന്തി മന്ദിരത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. അസിസ്റ്റന്റ് മിഷണറി റവറൻ ജിൻസ് പി കോശി, പ്രിൻസിപ്പൽ ഷാനി ഇ മാത്യു, ട്രഷറർ ജേക്കബ് വർഗീസ്, മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ജോൺസൺ തോമസ് ഉണ്ണിത്താൻ, എലിസബത്ത് ചിന്നദുരൈ, സാറ ഉമ്മൻ എന്നിവർ സംസാരിച്ചു. മാർത്തോമാ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതരായവർക്ക് ഭവനമൊരുക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയിൽ നിർമ്മിക്കുന്ന 5 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷത്തെ കൊട്ടാരക്കര കൺവെൻഷന്റെ സമാപന യോഗത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ രൂപം നൽകിയ പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഭവനരഹിതരായി ആരും ഭദ്രാസന അതിർത്തിയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന ദർശനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിധവകൾ, രോഗികൾ, പ്രായാധിക്യത്തിലുള്ളവർ, വാടക വീടുകളിൽ കഴിയുന്നവർ, ഭിന്നശേഷിക്കാർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകും. ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്ന് ലഭിച്ച 55 അപേക്ഷകളിൽ നിന്നും മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുത്ത 5 ഭവനങ്ങളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത്. ഏതാണ്ട് 7.5 ലക്ഷം രൂപ ചെലവിൽ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുക. ഭദ്രാസന കൗൺസിലും കൗൺസിൽ രൂപം നൽകിയ സബ് കമ്മിറ്റിയും ചേർന്നാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം. ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു എബ്രഹാം ജോൺ, ട്രഷറർ ജോർജ് പണിക്കർ, ചെയർമാൻ റവറൻ സ്കറിയ തോമസ്, കൺവീനർ രഞ്ജി തോമസ് എന്നിവർ നേതൃത്വം നൽകുന്നു. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന കൺവെൻഷൻ ആരംഭിച്ചു. കല്യാൺ വെസ്റ്റ് മാർത്തോമാ പള്ളിയിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. 24-ന് ജോർജിയൻ സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ പള്ളിയിൽ ഇടവക സംഘ യോഗവും വൈകുന്നേരം 7 മണിക്ക് മാറോൾ സെന്റ് സ്റ്റീഫൻസ് മാർത്തോമാ പള്ളിയിൽ പൊതുയോഗവും ചേർന്നു. 25-ന് ശനി രാവിലെ 10 മണിക്ക് വൈദിക കുടുംബ സമ്മേളനം വാശി സെന്റ് പോൾസ് മാർത്തോമാ പള്ളിയിൽ നടത്തും. വൈകുന്നേരം 7 മണിക്ക് പൊതുയോഗം പൻവേൽ സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ പള്ളിയിൽ ചേരും. 26-ന് ഞായർ രാവിലെ 8:30-ന് വാശി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സമാപന യോഗവും ചേരും. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ബാബു പുല്ലാട് എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ തോമസ് കെ ജേക്കബ്, ട്രഷറർ വി പി സൈമൺ എന്നിവർ നേതൃത്വം നൽകുന്നു. തിരുവല്ല മാർത്തോമ കോളേജ് മാർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വാർഷിക ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. റവറൻ ലിജോ സി ജോസഫ് ബൈബിൾ പഠനം നയിച്ചു. റവറൻ ജിതിൻ മാത്യൂസ് മുഖ്യ സന്ദേശം നൽകി. റവറൻ ലിജു രാജു താമരക്കുടി ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചു. റവറൻ സനൽ ചെറിയാൻ, റവറൻ ജോബിൻ തോമസ് ജെയിംസ് എന്നിവർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജ് നേതൃത്വത്തിൽ കുടുംബശ്രീ, ഹരിത കർമ്മസേന എന്നിവയുടെ സഹകരണത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ ആനി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ലത പി ചെറിയാൻ അധ്യക്ഷയായിരുന്നു. കോളേജ് NSS കോർഡിനേറ്റർ ഡോക്ടർ പി അനുപമ, കോളേജ് ട്രഷറർ പി കെ കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ കെ വിനീത് കുമാർ, ടി ആവണി, ജാസ്മിൻ ബഷീർ, അൻസല ബഷീർ, ചൈതന്യ എൽസ, ആർദ്ര എസ് നായർ എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറേ കല്ലട മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിലുള്ള കല്ലട കൺവെൻഷൻ സമാപിച്ചു. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. റവറൻ VT യേശുദാസൻ അധ്യക്ഷനായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത, ഫാദർ ജിനു പള്ളിപ്പാട്, റവറൻ അജി ചെറിയാൻ, സുബി പള്ളിക്കൽ, ബാബു പുല്ലാട് എന്നിവർ പ്രസംഗിച്ചു.
മാർത്തോമാ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ കൊട്ടാരക്കര ജൂബിലി മന്ദിരാങ്കണത്തിൽ തയ്യാറാക്കുന്ന പന്തലിൽ നടത്തും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, CSI കരിംനഗർ ഭദ്രാസന ഡെപ്യൂട്ടി മോഡറേറ്റർ ഡോക്ടർ റൂബൻ മാർക്ക്, റവറന്റ് A.T. സക്രിയ, റവറന്റ് ഡോക്ടർ മോത്തി വർക്കി, റവറന്റ് ഡോക്ടർ കോശി പി വർഗീസ്, റവറന്റ് PC ജെയിംസ്, റവറന്റ് സജേഷ് മാത്യു, റവറന്റ് ബിനോയ് ഡാനിയൽ, റവറന്റ് മാത്യു വർഗീസ്, ജോളി മാരാമൺ, ലിസി ജോൺ എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. NCCI, CBCI നേതൃത്വത്തിൽ ഡൽഹി ജെറുസലേം മാർത്തോമാ പള്ളിയിൽ എക്യുമെനിക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റവറന്റ് ഡോക്ടർ റിച്ചാർഡ് ഹോവൽ മുഖ്യ സന്ദേശം നൽകി. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസനത്തിലെ പൂന മേഖല കൺവെൻഷൻ സമാപിച്ചു. 16-ന് കിർക്കി സെന്റ് ജോൺസ് പള്ളിയിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. CSS സെക്രട്ടറി റവറന്റ് സാം ടി കോശി മുഖ്യ പ്രസംഗകനായിരുന്നു. 19-ന് രാവിലെ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. സമാപന സന്ദേശം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോ.